ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 12 ഭക്തിയോഗം. ശ്ലോകം 11, പേജ് നമ്പർ 645. അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. പദാനുപദം. അഥ അഥവാ മദ്യോഗം ഭക്തിയുത സേവനത്തോടെ, ആശ്രിതഃ ആശ്രിതനായിട്ട്, ഏതത് അപി ഇതുപോലും, കർത്തും ചെയ്യുന്നതിന്, അശക്തഃ അസി യദിഹി നീ അശക്തനാണെങ്കിൽ, തത അനന്തരം, യഥാത്മവാൻ ആത്മവാനായി, സർവകർമ്മഫലത്യാഗം സർവകർമ്മങ്ങളുടെയും ഫലത്യാഗത്തെ, കുരു ചെയ്യുക. വിവർത്തനം. എന്നെക്കുറിച്ചുള്ള ഈ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സർവകർമ്മഫലങ്ങളെയും ത്യജിച്ച് ആത്മസ്ഥിതനായി തീരാൻ ശ്രമിക്കുക. ഭാവാർത്ഥം. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളോട് അനുഭാവം കാണിക്കാൻ സാമൂഹികമോ ഗാർഹികമോ മതപരമോ ആയ കാരണങ്ങളോ മറ്റു തടസ്സങ്ങളോ കാരണം ഒരാൾക്കു സാധിക്കാതെ വന്നേക്കാം. നേരിട്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ബന്ധുക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്നു വരാം. അങ്ങനെ പല വിഘ്നങ്ങളും നേരിടാം. ഈ വക വിഷമഘട്ടങ്ങളിൽ ഒരാൾ ചെയ്യേണ്ടത് തൻ്റെ പ്രവൃത്തികളുടെ സകല ഫലങ്ങളെയും ഏതെങ്കിലും നല്ല കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുക എന്നതാണ്. ആ വിധം പ്രക്രിയകളെപ്പറ്റി വൈദിക നിയമഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. പൂർവകർമ്മഫലങ്ങൾക്കനുയോജ്യങ്ങളായ യജ്ഞങ്ങളെയും പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള വിവരണങ്ങളും അതിലുണ്ട്. ഇങ്ങനെ ക്രമേണ മനുഷ്യൻ ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്കുയരുന്നു. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമില്ലാത്തവർ ഏതെങ്കിലും ഒരു ആസ്പത്രിക്കോ സാമൂഹിക സ്ഥാപനത്തിനോ ഉദാരമായി ദാനം ചെയ്യുന്നത് കാണാറുണ്ട്. ഇതും തൻ്റെ പരിശ്രമഫലത്യാഗം തന്നെയാണ്. അങ്ങനെ സ്വകർമ്മഫലങ്ങളെ ത്യജിച്ചു ശീലിക്കുന്നവർക്ക് ക്രമേണ മനഃശുദ്ധിയുണ്ടാവുകയും ആ നിലയിൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് അതും ഇവിടെ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണാവബോധത്തിന് മനഃശുദ്ധീകരണ ശക്തി സ്വയമായുള്ളതുകൊണ്ട്
അതിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. കൃഷ്ണാവബോധത്തെ സ്വീകരിക്കാൻ പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ സ്വന്തം കർമ്മഫലങ്ങളെ ത്യജിക്കാൻ ശ്രമിക്കണമെന്നു മാത്രം. സാമൂഹിക സേവനമോ സമുദായ സേവനമോ രാജ്യസേവനമോ രാജ്യത്തിനു വേണ്ടിയുള്ള ത്യാഗമോ ചെയ്യുന്നതുകൊണ്ട് ഒരു കാലത്ത് ശുദ്ധഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടാവുന്ന നിലയിലേക്കുയരാം. അതുകൊണ്ട് ഈ വിധ പ്രവർത്തനങ്ങളെയും അംഗീകരിച്ചിട്ടുണ്ട്. യതഃ പ്രവൃത്തിർഭൂതാനാം എന്ന് ഭഗവദ്ഗീത 18:46 പ്രസ്താവിച്ചിട്ടുണ്ട്. പരമലക്ഷ്യത്തെ മുൻനിർത്തി ത്യാഗത്തിന് സന്നദ്ധനാകുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ആ പരമലക്ഷ്യം കൃഷ്ണനാണെന്നറിയില്ലായിരിക്കാം. എങ്കിലും ത്യാഗത്തിൻ്റെ ഫലമായി അയാൾക്ക് ആ അറിവ് ക്രമേണ സിദ്ധിച്ചുകൊള്ളും. ഹരേ കൃഷ്ണ.